ഹലോ, നമസ്കാരം. ഞാൻ ദയാനന്ദൻ, ഫോട്ടോ മീഡിയ. ഞാനിപ്പോൾ അട്ടപ്പാടി യാത്ര കഴിഞ്ഞ് എൻ്റെ സ്റ്റുഡിയോയിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത്. ഈ യാത്രയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച ഓണറബിൾ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, അവിടുത്തെ കാഴ്ചകൾ ഞാൻ ക്യാമറയിൽ പകർത്തുമ്പോൾ അദ്ദേഹം മനസ്സിൽ പകർത്തുകയായിരുന്നു. അദ്ദേഹം പിന്നെ അത് ഒരു പ്രോസസ്സ് ചെയ്തു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അവിടുത്തെ ആവശ്യങ്ങൾ, പോരായ്മകൾ, ഇതൊക്കെ അദ്ദേഹം നമ്മളുടെ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ഓഫീസിലേക്ക് അയച്ചു. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഓഫീസിലേക്കും. ഈ അട്ടപ്പാടി യാത്ര കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തുമ്പോൾ അദ്ദേഹം എനിക്കൊരു സന്ദേശം അയച്ചു. അദ്ദേഹം അയച്ച ആ കാര്യങ്ങൾ വെച്ചിട്ട്, അതായത് ഇന്ത്യൻ പ്രസിഡന്റിനെയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെയൊക്കെ ഓഫീസിലേക്ക് അയച്ച ആ സന്ദേശങ്ങൾ, അതിൻ്റെ മറുപടി അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം എനിക്കും ഇമെയിൽ അയച്ചു തന്നിട്ടുണ്ട്. അതായത് അട്ടപ്പാടിയിലെ നിരവധി കാര്യങ്ങൾ, അതാണ് വിഷയം. ഇത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും നമ്മളുടെ ഇന്ത്യൻ പ്രസിഡന്റ് ഓഫീസും ഇപ്പോൾ കാര്യമായി ശ്രദ്ധിക്കുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഓഫീസിൽ നിന്നും, അതായത് ഇവിടുത്തെ ഭരണാധികാരികൾ ഇടപെടുവാൻ പാകത്തിലുള്ള അഭിപ്രായങ്ങളാണ് അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചതെന്ന് അദ്ദേഹം എന്നെ വിളിച്ചു പറയുണ്ടായി. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അട്ടപ്പാടിയിൽ കുടിയേറിയ കുറേ ആൾക്കാരുണ്ട്. അത് പല വിഭാഗത്തിലുള്ളതുണ്ട്. ഓരോ വിഭാഗവും എടുത്തു പറയുന്നത് നമ്മളുടെ ഭാരതത്തിൻ്റെ രീതി അനുസരിച്ച് അത് വേണ്ട എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ അത് എടുത്ത് പറയുന്നില്ല. അട്ടപ്പാടിയിലെ കുടിയേറ്റക്കാർക്ക് ചില സംശയങ്ങൾ, അവരുടെ സംശയങ്ങളുടെ ദൂരീകരണത്തിനായി ബഹുമാന്യ ഡോക്ടർ ഗുപ്ത സാറ് അതിൻ്റെ മറുപടി നൽകുന്നത് ഇതോടൊപ്പം ഞാൻ ചേർക്കുന്നു. ബഹുമാനപ്പെട്ട സർ, നമസ്കാരം. ഹിസ് എക്സലൻസി പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ. അട്ടപ്പാടിയിലെ ഒരുപാട് ദുരിതങ്ങളും കഷ്ടപ്പാടും അനുഭവിക്കുന്ന അട്ടപ്പാടി താലൂക്ക്, ഏകദേശം 900-ലേറെ സ്ക്വയർ കിലോമീറ്ററുള്ള ആലപ്പുഴ ജില്ലയേക്കാൾ വലിപ്പമുള്ള 23 ആദിവാസി വിഭാഗങ്ങളും കുറുമ്പ, മുടുക അടക്കം 197 ഹാംലെറ്റ് അഥവാ ഊരുകളുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ആദിവാസികളുടെ സംരക്ഷണ കേന്ദ്രമാണ് അട്ടപ്പാടി. അവിടെ ഒരുപാട് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ആദിവാസി ഗോത്ര വിഭാഗക്കാർ, ഷെഡ്യൂൾഡ് ട്രൈബ് അനുവദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പരാതികളൊക്കെ പലപ്പോഴും അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകരും കുടിയേറിയവരും ഒക്കെ തെറ്റിദ്ധരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ സംശയങ്ങൾ, അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരുടെയും അവിടുത്തെ സോഷ്യൽ വർക്കേഴ്സിന്റെയും അവിടുത്തെ പൊതുജനങ്ങളുടെയും സംശയ നിവാരണത്തിന് വേണ്ടി അവർ തന്ന ചില സംശയങ്ങൾക്കുള്ള മറുപടിയായാണ് ഞാനത് നൽകുന്നത്. പഞ്ചായത്തിലും എല്ലാ കുഗ്രാമങ്ങളിലും റിമോട്ട് വില്ലേജിലും ഗവൺമെന്റ് വാഹന സൗകര്യമില്ല എന്നാണ് ഞാൻ പരാതി കൊടുത്തത്. അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടിയാണ് മെയിൻ റോഡിൽ കൂടെ ആനക്കട്ടി വരെ വാഹനം പോകുന്നുണ്ടെന്ന്. ഞാൻ കൊടുത്ത പരാതി, ഇന്റീരിയർ വില്ലേജിൽ ഒരു രോഗം വന്നാൽ, ഒരു ഗൗരവമുള്ള പ്രശ്നം വന്നാൽ, ഒരു ഹാർട്ട് അറ്റാക്കോ ഒരു പ്രഗ്നൻസി അർജൻസിയില് കുഗ്രാമത്തിലേക്ക് ചെറിയ ചേസുള്ള വണ്ടി ഓടിക്കണമെന്നാണ് പരാതി. അപ്പൊ അതിന് കിട്ടിയ മറുപടി ബന്ധമില്ലാത്തൊരു മറുപടിയാണ്. മെയിൻ റൂട്ടിൽ കൂടെ, നാഷണൽ ഹൈവേ കൂടെ വണ്ടി പോയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ അതാണ് കാര്യം. പഠിക്കാതെ ചെയ്തതല്ല. ശരിക്ക് ഞാൻ 500-ലേറെ തവണ അട്ടപ്പാടിയിൽ വന്നിട്ടുണ്ട്. ലോകത്തൊരു സയന്റിസ്റ്റും ഒരു മനുഷ്യാവകാശ ഒഫീഷ്യലും ഇത്രയേറെ അട്ടപ്പാടിയെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. എനിക്ക് അവിടുത്തെ ഓരോ മുള്ളി മുതൽ ഷോളയൂരിന്റെ അങ്ങേ തലേ വരെ, മലയുടെ താഴ്വര വരെ, അതുപോലെ സൈലന്റ് വാലി വരെ ഞാൻ മുക്കിലും മൂലയിലും ചെരുപ്പിട്ട് നടന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അട്ടപ്പാടിയിൽ എനിക്ക് 1 സെന്റ് ഭൂമി പോലും ഇല്ല.
അവിടെ യാതൊന്നുമില്ല വ്യക്തിപരമായി. എന്നിരുന്നാലും ഞാൻ അങ്ങേയറ്റം അട്ടപ്പാടിക്ക് വേണ്ടിയിട്ട് കഠിന പരിശ്രമം നടത്തിയിട്ട് ഉണ്ട്. അങ്ങയുടെ പരാതി ഇപ്പൊ തന്നെ ഞാൻ MLA, MP, ട്രാൻസ്പോർട്ട് മന്ത്രി, ചീഫ് മിനിസ്റ്റർ ഇവർക്ക് ഞാൻ നൽകി കഴിഞ്ഞു. ഇപ്പൊ ഈ സെക്രട്ടറി നേരെക്കൊണ്ട് എനിക്ക് അതിനുള്ള സംവിധാനം ഉള്ളത് കൊണ്ട് നിങ്ങൾ തന്ന ഓരോ പരാതിയും 5 മിനിറ്റിനുള്ളിൽ അതാത് അതോറിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അട്ടപ്പാടിയിലെ ആംബുലൻസ് സൗകര്യവും മനുഷ്യാവകാശ കമ്മീഷൻ കേസും എടുത്തിട്ടുണ്ട്. അവിടെ അടിമുടി മാറ്റം വരുത്താൻ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നിലേക്ക് പരാതിയും ഐക്യരാഷ്ട്ര സംഘടനയുടെ ഓഫീസിലേക്ക് ഇന്ത്യയിലെ ഈ ട്രൈബൽ താലൂക്കിനെ പരിപൂർണമായും രക്ഷപ്പെടുത്തണമെന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനത്ത് നിന്ന് ഉടൻ തുടങ്ങുമെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അപ്പൊ അന്താരാഷ്ട്ര തലത്തിലും ഞാൻ അട്ടപ്പാടി ഭൂപ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ള 3 കാര്യങ്ങളാണ് അങ്ങയോട് പറയാനുള്ളത്. അങ്ങ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വിശാല കാഴ്ചപ്പാട്. 1, റെസ്പോൺസിബിൾ ടൂറിസം. 2, റെസ്പോൺസിബിൾ മെഡിക്കൽ ടൂറിസം. അടുത്തത് റെസ്പോൺസിബിൾ ട്രൈബൽ കമ്മിറ്റ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ. ഒപ്പം റെസ്പോൺസിബിൾ ഹൈജീൻ ഇൻ അട്ടപ്പാടി. ഒപ്പം റെസ്പോൺസിബിൾ സേവ് ഭവാനി റിവേഴ്സ് ആൻഡ് ആൾ റിവർലെറ്റ് ഇൻ അട്ടപ്പാടി. ഇത്രയും കാര്യങ്ങൾ. അട്ടപ്പാടിയിലെ പ്രശ്നം അവിടെ വരുന്നവരൊക്കെ തുപ്പുകയും സകല ടൂറിസ്റ്റുകളും സകല തെമ്മാടിത്തരവും തോന്നിയാസവും സകല മിസ്യൂസ് ആൻഡ് അബ്യൂസും ആദിവാസി സഹോദരിമാരോടും ആദിവാസികളോടും കാണിക്കുന്നു എന്നാണ് ഞാൻ നേരിട്ട് കണ്ട കാഴ്ചയാണ്. അവർക്ക് ആദിവാസി മൂപ്പന്മാരെയോ ആദിവാസി വർഗത്തെയോ 80% പേർക്കും വിലയില്ല. അത് മാറ്റിയേ പറ്റൂ. 2, റെസ്പോൺസിബിൾ മെഡിക്കൽ ടൂറിസം. ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും അവിടെ വേണം. പ്രസംഗം മാത്രം പോരാ. ഒപ്പം ഭവാനിപ്പുഴയും അവിടുത്തെ റിവർലെറ്റുകളെല്ലാം നശിച്ചിട്ടുണ്ട്. അത് വൃത്തിയാക്കാൻ ഗവൺമെന്റ് കർശന നടപടിയെടുക്കണം. അടുത്തത് അവിടുത്തെ ലഹരി വിമുക്തം. അതിനുവേണ്ടി പലതവണ എക്സൈസ് കമ്മീഷണർ ഡെപ്യൂട്ടി കമ്മീഷണർ എറണാകുളത്ത് നിന്ന് വരെ എൻ്റെ ഓഫീസിൽ വന്ന് ഞാൻ ആദിവാസി മൂപ്പന്മാരുമായിട്ട് എല്ലാ രേഖകളും തെളിവുകളും ലഹരി വരുന്ന വഴിയും കൊടുത്തു. പക്ഷെ ഇപ്പോഴും ഒരു നടപടിയും അവിടെ നടന്നിട്ടില്ല. വീണ്ടും ഞാൻ എക്സൈസ് കമ്മീഷണറടുത്തും ഹൈക്കോടതിയിലേക്കും അട്ടപ്പാടിയിലെ ഈ ലഹരിക്ക് വേണ്ടി മനുഷ്യാവകാശ കമ്മീഷനിലും ഞാൻ ഒരു അന്താരാഷ്ട്ര ഒഫീഷ്യൽ എന്നുള്ള നിലയിൽ പോവുകയാണ്. അപ്പൊ ഡെപ്യൂട്ടി കമ്മീഷണർക്കും അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ആരൊക്കെ ചില മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് സത്യം. വാറ്റിച്ചാരായം ധാരാളമുണ്ട്. അപ്പൊ തന്റെ ഇടത്തോടുകൂടി ഈ ആദിവാസി സ്ത്രീകളെയും ആദിവാസി വിഭാഗത്തെയും പരിപൂർണമായും അവിടെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇതും ഞാൻ പഠന ഗവേഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ളതാണ്. പക്ഷെ അട്ടപ്പാടിയുടെ ചിത്രം ഇന്ന് ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അട്ടപ്പാടിയെ പറ്റി അവർ ഗൂഗിളിലൂടെയും അവർ ഐക്യരാഷ്ട്ര സംഘടന വരെ പഠിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. ഇത്രയും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. താങ്ക് യു. കർശന നടപടി അങ്ങയെപ്പോലുള്ള ഉത്തരവാദിത്തമുള്ള പൗരന്മാരിൽ നിന്നും ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രാദേശിക പഞ്ചായത്ത് അതോറിറ്റിയിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. മെസ്സേജ് നൽകുന്നത് ഹിസ് എക്സലൻസി ഓണറബിൾ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ അധ്യക്ഷൻ, ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ് ഒബ്സർവേറ്ററിയുടെ അംബാസാഡറും പ്രൊജക്ട് ഹെഡും ജുഡീഷ്യൽ കൗൺസിലറും, ലോക സമാധാന സംഘടനയുടെ ഏഷ്യൻ രാജ്യങ്ങളുടെ ഹെഡും, ബെസ്റ്റ് ഡീഡ് വേൾഡ് റിഹാബിലിറ്റേഷൻ ഓർഗനൈസേഷന്റെ ഇന്റർനാഷണൽ സെക്രട്ടറി ജനറലും, ഒരു മലയാളി എന്നുള്ള നിലയിൽ അട്ടപ്പാടിയെ ഒന്നല്ലെങ്കിൽ പ്രത്യേക ജില്ലയായി തിരിക്കുക, അല്ലെങ്കിൽ കേരള ഗവൺമെന്റിന് ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയില്ലെങ്കിൽ തമിഴ്നാടിനോടോ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ പ്രത്യേക വിഭാഗമായി കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിക്കുക. ഈ 3 കാര്യങ്ങളും ഞാൻ ന്യൂഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗതികെട്ട നാട്ട് പെനൂറിയസ് ആൻഡ് എക്സ്ട്രീമിറ്റി. 40 കൊല്ലമായി എനിക്ക് പോലും അട്ടപ്പാടിയിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു സാധാരണക്കാരന് എന്ത് ചെയ്യാൻ കഴിയും? അത് അങ്ങ് ചിന്തിക്കുക. കടുത്ത നടപടികൾക്ക് ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മനം മടുത്താണ്. അട്ടപ്പാടിയിലെ ഭൂപ്രദേശം ഇന്ത്യയിലെ 6ാമത്തെ അത്ഭുതമെന്നാണ് എന്റെ പഠനം. അവിടെ ലക്ഷക്കണക്കിന് കോടിയുടെ ഹെർബൽ മരുന്നുകളും അപൂർവമായ വന്യമൃഗങ്ങളും അപൂർവമായ ചിത്രശലഭങ്ങളും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടൊഴുകുന്ന അപൂർവ നദിയും അട്ടപ്പാടിക്കുണ്ട്. എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് ഇതിനെ നെഗ്ലക്ട് അഥവാ അവഗണിക്കുന്നു എന്നുള്ളത് ഇന്നും ഒരു സമസ്യയാണ്. താങ്ക് യു. ഹിസ് എക്സലൻസി പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ. കർശന നിർദ്ദേശം അങ്ങയോടും ഞാൻ ആവശ്യപ്പെടുന്നു. ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്.
നമ്മളെ പഴയ കൈതയാണ് ഇവിടെ കാണുന്നത്. ഈ കൈതക്കാട്ടിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോണത്. വഴിയില്ല സാർ, ഇവിടെ ഒക്കെ തടഞ്ഞ് വഴിയില്ല ഇവിടെ. ഫോറസ്റ്റുകാരൻ ഒരു ഭാഗത്ത് തടയാ. അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വഴി പോലും ഇല്ല. ഇല്ല സാർ. അപ്പം മഴ പെയ്താൽ ഒറ്റപ്പെട്ടത് തന്നെ. അപ്പോൾ ഇത് വളരെ ദുർഘടം പിടിച്ച ഒരു വഴിയാണ്. അതായത് കാല് തെന്നിയാൽ പിന്നെ കുളിക്കാൻ ആറ്റി പോകണം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൂടെയാണ് നമ്മൾ പോണത്. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ അങ്ങ് വരും? ഇത് ചവിട്ടട്ടാ, ഇത് ചവിട്ടി, ഇനി ഒരു ചവിട്ട് കൂടെ ചവിട്ടി അടുത്ത ചവിട്ട് അത് ചറുക്കാതെ ഇരുന്നാൽ ഇങ്ങനെ ഞാൻ അയ്യോ അങ്ങനെ ഇതാകണ്ടല്ലേ. നടന്നു വന്ന വഴിയാണ് ഈ നടന്ന് സാർ ഈ വഴിയൊക്കെ. ഭയങ്കര ഈ ഫോറസ്റ്റ്